ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും CPM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും കയർത്തൊഴിലാളി യൂണിയന്റെയും മത്സ്യത്തൊഴിലാളി യൂണിയന്റെയും നേതാവുമായിരുന്ന G. ശ്രീനിവാസന്റെ മൂന്നാമത് ചരമവാർഷികം ആചരിച്ചു. പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും CPM പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും കയർത്തൊഴിലാളി യൂണിയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്നിവയുടെ നേതാവുമായിരുന്ന G. ശ്രീനിവാസന്റെ മൂന്നാമത് ചരമവാർഷികം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം S. പവനനാഥൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അവിചാരിതമായിട്ടുള്ള തോൽവി ഒരു കനത്ത ആഘാതമായി മാറിയിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു ഗവൺമെൻറ്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എല്ലാ മേഖലയിലും ഇടപെട്ടു. പക്ഷേ പാർട്ടി ആകെ തോറ്റുപോയി. ആ തോൽവി ഉൾക്കൊണ്ടുകൊണ്ട്, ആ തോൽവിയുടെ പ്രശ്നങ്ങളാകെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കരുത്തോടെ കേരളത്തിൽ ഇന്ത്യയിലും പ്രവർത്തിക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾക്കാകെ തന്നെ സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ കരുത്തേകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ദേവുളങ്ങരെ പുതുപ്പള്ളിയിലെ പാർട്ടി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകും. കായംകുളത്തും കേരളത്തിലും വലിയ തോൽവി ഉണ്ടാകുമ്പോഴും പുതുപ്പള്ളിയിൽ വലിയ തോൽവി നമുക്കുണ്ടായില്ല. കുറേ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെയെല്ലാം, നമുക്കെതിരെ വോട്ട് ചെയ്തവരെയെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പോകാൻ സഖാവിൻ്റെ പ്രവർത്തനങ്ങൾ കരുത്താകത്തേണ്ടതെന്ന് ഓർമ്മിച്ചുകൊണ്ട് സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. T. യേശുദാസ്, പരമേശ്വരൻ പിള്ള, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കല, S. രേഖ, ശ്രീലത S. തമ്പി, N. ദേവദാസ്, N. രാജൻ, ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.